ഇംഗ്ലീഷ് അധ്യാപക തസ്തികയില്ലാത്ത സ്കൂളുകളുടെ കണക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 14 ജില്ലകളും തസ്തികകളില്ലാത്തതിന്റെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള 5 ജില്ലകൾ നമുക്കൊന്ന് നോക്കാം. ആ പട്ടികയിൽ ഒന്നാമത് കൊല്ലമാണ്. കൊല്ലം ജില്ലയിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് അവിടുത്തെ കണക്കെന്ന് നോക്കൂ. കൊല്ലത്ത് 127 സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക ഇല്ല. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ചേർത്തുള്ള കണക്കാണ് കേട്ടോ ഇത്. സർക്കാർ മേഖലയിൽ 57, എയ്ഡഡ് മേഖലയിൽ 70 സ്കൂളുകൾ. ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ 77 കണക്ക്. 127 കൊല്ലം, പത്തനംതിട്ട 77. ആ 77-ൽ സർക്കാർ മേഖലയിൽ 40, എയ്ഡഡ് മേഖലയിൽ 37. കോട്ടയത്ത് 84 എണ്ണം. അതിൽ സർക്കാർ മേഖലയിൽ 55, എയ്ഡഡ് മേഖലയിൽ 29. ഇടുക്കിയിൽ 70 സ്കൂളുകൾ. അതിൽ സർക്കാർ മേഖലയിൽ 56, എയ്ഡഡ് മേഖലയിൽ 14. നമ്മൾ നിൽക്കുന്ന എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് 85 സ്കൂളുകൾ. സർക്കാർ മേഖലയിൽ 61, എയ്ഡഡ് മേഖലയിൽ 24. അതായത് സർക്കാർ മേഖലയിൽ 413, എയ്ഡഡ് മേഖലയിൽ 229. രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 642 സ്കൂളുകൾ. റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുമ്പോഴാണ് ഈ കണക്ക് നമ്മുടെ മുന്നിലുള്ളത്. തസ്തികകൾ സൃഷ്ടിക്കുന്നുമില്ല, നിയമനം നൽകുന്നുമില്ല. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും നിയമന ശുപാർശ ലഭിച്ചവരുടെയും കണക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. അതും ഈ ജില്ലകൾ തിരിച്ചു തന്നെ. ഏറ്റവും കൂടുതലുള്ളത് കൊല്ലത്താണല്ലോ. കൊല്ലത്ത് റാങ്ക് പട്ടികയിൽ 117, അതിൽ നിയമന ശുപാർശ 0, ശൂന്യമാണ്. 100-ന് മുകളിൽ പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ജില്ലയുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി പാലക്കാട്ടേക്ക് പോകാം. കൊല്ലം കഴിഞ്ഞു, പാലക്കാട്ട് നോക്കാം. പാലക്കാട്ട് റാങ്ക് പട്ടികയിൽ 165 പേരുണ്ട്. ഒരാൾക്ക് പോലും നിയമന ശുപാർശ കൊടുത്തിട്ടില്ല. മലപ്പുറത്തും സമാനമാണ്. റാങ്ക് പട്ടികയിൽ 301 പേർ കാത്തിരിക്കുമ്പോൾ നിയമന ശുപാർശ 0. കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാലും സമാനമാണ്. കോഴിക്കോട്ട് റാങ്ക് പട്ടികയിൽ 117 പേരുണ്ട്. അവിടെയും നിയമന ശുപാർശ 0. കാസർഗോട്ട് റാങ്ക് പട്ടികയിൽ 138 പേർ കാത്തിരിക്കുന്നു. നിയമന ശുപാർശ കൊടുത്തത് 0. അങ്ങനെ കേരളത്തിലെ മൊത്തം കണക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യ പട്ടികയിൽ 562 പേരുണ്ട്. ഉപപട്ടികയിൽ 854 പേരുണ്ട്. ആകെ 1416 പേർ കാത്തിരിക്കുമ്പോൾ നിയമന ശുപാർശ കൊടുത്തത് വിരലിലെണ്ണാം 10 പേർക്ക് മാത്രമാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി ഈ യാഥാർത്ഥ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വാക്കുകളിലേക്ക് കൂടി നമുക്കത് പോകാം. അവരുടെ പ്രതിനിധിയായി നമുക്കൊപ്പം ചേരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയായ ക്രിസ്റ്റി സ്റ്റാൻലിയാണ്. ഗുഡ് ഈവനിങ് ക്രിസ്റ്റി സ്റ്റാൻലി. ഗുഡ് ഈവനിങ് മാം. ഇത്രയും പേർ പട്ടികയിൽ കാത്തിരിക്കുകയാണ്, പക്ഷേ നിയമന ശുപാർശ കൊടുക്കുന്നില്ല. ഒഴിവുകൾ കിടക്കുന്നത് എത്രയാണ് എന്നുള്ള കണക്ക് കൂടി ഞാനിപ്പോൾ അധികൃതരുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. നിങ്ങളോട് പറയുന്ന ന്യായം എന്താണ് ക്രിസ്റ്റി? ശരിക്കും കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ മുൻപോട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ വളരെ അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അവിടെ 400 ചില്ലുവാനും സ്കൂളുകളിൽ ഒരൊറ്റ ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ല എന്നുള്ള ആ വസ്തുത സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒന്നാണ്. ശരിക്കും 2021 ഹൈക്കോടതി വിധി വന്നതാണ് എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് അധ്യാപകരില്ലാത്ത എല്ലാ സ്കൂളിലും ഇംഗ്ലീഷ് അധ്യാപകരെ വെക്കണമെന്ന്. അത് കോടതി ലക്ഷ്യത്തിന് പുറത്ത് കോടതി ലക്ഷ്യമായി ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ടവരും ജോലി കാത്തിരിക്കുന്നവരും ഞങ്ങൾ വളരെ നിരാശരാണ്. അപ്പോൾ ഈ വർഷമെങ്കിലും ഈ 2022-23 തസ്തിക നിർണ്ണയത്തിൽ ഇത് ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകിയതാണ്. ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ടും ചീഫ് ജസ്റ്റിസിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും ഇതുവരെയും ഇംഗ്ലീഷ് അധ്യാപക തസ്തിക ക്രിയേറ്റ് ചെയ്യുന്നതിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ശരിക്കും സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരില്ല. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സോഷ്യൽ സ്റ്റഡീസോ ഫിസിക്സോ മാത്സോ ഒക്കെ പഠിപ്പിക്കുന്നവരാണ്. അതിലാണ് ഏറ്റവും വൈരുദ്ധ്യം. ക്രിസ്റ്റിക്ക് അറിയാമല്ലോ, ക്രിസ്റ്റി പഠിക്കുമ്പോഴായാലും ഞാൻ പഠിക്കുമ്പോഴായാലും നമ്മളെയൊക്കെ പഠിപ്പിച്ചത് ഇംഗ്ലീഷിൽ തന്നെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം BEd ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. അതായത് ഒരു ബേസ് ഒരു വിദ്യാർത്ഥിക്ക് ഇട്ടുകൊടുക്കേണ്ട ഇംഗ്ലീഷ് ഗ്രാമർ അടക്കം എല്ലാത്തിനും അടിത്തറമാകേണ്ടത് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഐച്ഛികമായി, അതായത് ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ അത് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് വന്ന് പഠിക്കുന്നത്. അയാളുടെ പ്രാവീണ്യം എത്രയാണെന്ന് അളക്കുന്നില്ല. ഒരു ഒഴിവ് നികത്തുന്നു, മറ്റൊരു വിഷയം പഠിപ്പിക്കുന്ന ആളെ നിയോഗിക്കുന്നത് എത്രത്തോളം അശാസ്ത്രീയമാണ്. ഇടുക്കിയിൽ നിന്നാണ് ക്രിസ്റ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ഒഴിവുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 70 സ്കൂളുകളിൽ ഒഴിവുണ്ട്. എന്നിട്ടും ഒരു അനക്കം പോലും വരുന്നില്ലല്ലോ ക്രിസ്റ്റി അവിടെയൊന്നും. ഇല്ല, ഇടുക്കി ജില്ലയിൽ 56ഓളം ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരൊറ്റ ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്തതുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്നും നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ വർഷം അതായത് 23-24 തസ്തിക നിർണ്ണയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നതാണ്. അത് പാലിക്കാമെന്ന് സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചതുമാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഈ വർഷം ഇത് നടത്തണമെന്ന്. പക്ഷേ നിയമവിദഗ്ധർക്ക് പോലും ഇതിനകത്തൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു കോടതി അലക്ഷ്യ കേസ് ഇത്ര കാലം നീണ്ടുപോവുക എന്ന് പറയുമ്പോൾ അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത്
ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഇതിന് പറയേണ്ടതെന്ന് അറിയില്ല. സർക്കാർ പാവങ്ങളുടെ തൊഴിലാളികളുടെ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അപ്പോൾ സാധാരണക്കാരുടെ മക്കളുടെ ഭാവിയാണ് ശരിക്കും തുലാസിലാവുന്നത്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂർ ജില്ലയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ ഒരു എംപ്ലോയബിലിറ്റി പ്രോഗ്രാം നടക്കുകയുണ്ടായി. 6000-ഓളം ഒഴിവുകളാണ് അന്ന് അവർക്കുണ്ടായിരുന്നത്. 6000-ഓളം ജോലിക്കാരെ അവർക്ക് വേണമായിരുന്നു. പക്ഷേ വെറും 600-ഓളം ജോലിക്കാരെ മാത്രമാണ് അന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായത്. കാരണം എന്താണ്? ഇംഗ്ലീഷിലുള്ള ആശയവിനിമയ പാഠവത്തിൻ്റെ കുറവായിരുന്നു കാരണം. ഇപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും ഇൻ്റർവ്യൂവിന് പോയിക്കോളൂ, മലയാളികൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനോ ഒരു വാക്ക് കൃത്യമായിട്ട് എഴുതാനോ ഒരു ലെറ്റർ എഴുതാനോ ഒരു കവറിംഗ് ലെറ്റർ എഴുതാനോ ഒന്നും അറിയില്ല. ഇവർ 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്. പക്ഷേ കൃത്യമായിട്ടൊരു സെൻറ്റൻസ് എഴുതാനോ അത് എഴുതി ഫലിപ്പിക്കാനോ അത് പറഞ്ഞ് ഫലിപ്പിക്കാനോ ഒരു വിദ്യാർത്ഥിക്കും അപൂർവം ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ട്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ യൂട്യൂബ് പേജിലൊക്കെ കണ്ടിട്ടുണ്ട്. അപൂർവം ചില കുട്ടികളുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ അത് അപൂർവം എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരാളയച്ച സന്ദേശമാണ് ക്രിസ്റ്റി. അത് നിങ്ങൾക്കും അത് തന്നെയാണോ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി ഞാനത് ചോദിക്കാമെന്ന് കരുതി. അതായത് കണ്ണൂർ ജില്ലയിൽ ഡിവിഷൻ ഫോൾ വന്ന ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ത്രോൺ ഔട്ട് ആയിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവന്ന അതേ സ്കൂളിൽ തന്നെ നിലനിർത്തണമെന്ന ഓർഡർ വരുമ്പോഴേക്ക് അവരെ ഒഴിവുള്ള വേറെ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. ഇത് നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ നിയമന അവകാശത്തെ ബാധിച്ചു. നിയമന സാധ്യത കുറയ്ക്കുന്ന നടപടികൾ ഇതോടൊപ്പം തന്നെ ഉണ്ടാകുന്നുമുണ്ട് എന്നാണ് കണ്ണൂരിൽ നിന്ന് വന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾക്കും ഈ സമാന അനുഭവം നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടോ? ഇടുക്കി ജില്ലയിൽ അത് കുറവാണ്. കാരണം ഇടുക്കി ജില്ലയിൽ കൂടുതലും ഗവൺമെൻറ് സ്കൂളുകൾ സിംഗിൾ ഡിവിഷൻ സ്കൂളുകളാണ്. അപ്പോൾ ഈ സാഹചര്യം കുറവാണെങ്കിലും ത്രോൺ ഔട്ടുകളെ എയ്ഡഡ് മേഖലയിൽ ത്രോൺ ഔട്ട് ടീച്ചേഴ്സിനെ നിലനിർത്തുന്ന ഒരു സമ്പ്രദായം സർക്കാർ സ്വീകരിച്ചു പോരുന്നുണ്ട്. പക്ഷേ സർക്കാർ സ്കൂളുകളിലേക്ക് വരുമ്പോൾ അതും സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവരുടെ സാധ്യതയാണല്ലോ നഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു ജോലി അല്ലെങ്കിൽ PSC ലിസ്റ്റിൽ വന്നവരുടെ ജോലിക്കാര്യം എന്നതിലുപരി നമ്മുടെ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇത്. ശരിക്കും നമ്മുടെ കുട്ടികൾ ഭാവിയിൽ വെറും ഒന്നും അറിയില്ലാത്ത മണ്ടന്മാരായി പോകാതെ അവർക്ക് മത്സര പരീക്ഷകൾ എഴുതാനും ജയിക്കാനും ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും തൊഴിൽ അന്വേഷകരാവാതെ തൊഴിൽ ദാതാക്കളാവുകയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലാണ്. തീർച്ചയായിട്ടും ഇംഗ്ലീഷിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നോർത്ത് ഇംഗ്ലീഷ് മാത്രമാണ് എല്ലാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദി ടീച്ചർ വേണം, മലയാളം പഠിപ്പിക്കാൻ മലയാളം ടീച്ചർ വേണം. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറോ സംസ്കൃതം ടീച്ചറോ മലയാളം ടീച്ചറോ ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം. ആ സ്കൂളിൽ ആർക്കാണോ പീരീഡ് കുറവുള്ളത് അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കാര്യം ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരൻസ് അറിയുന്നുണ്ടോ എന്ന് പോലും എനിക്കത്ര നിശ്ചയമില്ല. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നു വരുന്നു, അത്രയൊക്കെ അന്വേഷിക്കാനുള്ള പ്രാപ്തിയെ ആ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ സർക്കാർ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണം. കാരണം ഈ സർക്കാർ LDF വരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാനും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ശരിയായിട്ടില്ല. ഇനിയെങ്കിലും ഈ അക്കാഡമിക് ഇയറിലെങ്കിലും നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കരുതി നമ്മുടെ കുട്ടികൾക്ക് എല്ലാം കൊണ്ടും സാക്ഷരത എന്ന് പറയുമ്പോൾ പേരെഴുതാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ. വിദ്യാസമ്പന്നരായവരെ കൊണ്ട് നിറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണതയോടുകൂടി കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്കിത് തീർച്ചയായിട്ടും വേണം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ തിരിച്ചറിയും, മനസ്സിലാക്കുമെന്ന് ഞാൻ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ്. പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടും ഇതിനൊരു തീരുമാനം ആയിട്ടില്ല. അപ്പോൾ ഈ അധ്യയന വർഷത്തിലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളുകളുടെ വിജയത്തിന് വേണ്ടി വെറുതെ Aയും A+ മേടിച്ച് പോകുന്ന കുട്ടികളല്ല നമുക്ക് വേണ്ടത്. ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ, അത് എഴുതി ഫലിപ്പിക്കാൻ, തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി ആശയവിനിമയം ചെയ്യാൻ, അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും കഴിയുന്ന കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. ഇനിയുള്ള തലമുറ കൂടുതൽ കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യേണ്ട ഒരു തലമുറയാണ്. അപ്പോൾ അവരെ അതിന് പ്രാപ്തരാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് നൽകിയേ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് എന്ന് ഒരു റാങ്ക് ഹോൾഡർ എന്നുള്ള നിലയിലും ഒരു ടീച്ചർ എന്നുള്ള നിലയിലും ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിലും ഞാൻ പറയുകയാണ്. ഓക്കെ, ക്രിസ്റ്റി സ്റ്റാൻലി, നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെടാനും ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ക്രിസ്റ്റിയെ ഇരുത്തിക്കൊണ്ട് തന്നെ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നീതിക്കായുള്ള പോരാട്ടമാണ്. അപ്പോൾ ആ ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, അതിനൊപ്പം ഞങ്ങളും റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനവും നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളത് ക്രിസ്റ്റിക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ടെലിഫോണിൽ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി, തിരുവനന്തപുരത്തെ പ്രതിനിധി പോകും. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു നടപടിയിലേക്ക് പോകാത്തതെന്ന് ചോദിക്കും. നമ്മുടെ പല പ്രേക്ഷകരും സമാനമായ
ഗുരുതരമായ സാഹചര്യം നേരിടുന്നതായി പറയുന്നുണ്ട്. സ്ഥിരം നിയമനങ്ങളിലേക്ക്, അതായത് ഏത് ഭാഷയാണോ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കേണ്ടത് അത് ഐച്ഛികമായി എടുത്ത് അതിൽ ക്വാളിറ്റിയുള്ള അധ്യാപകർ വരട്ടെ, എന്നാൽ മാത്രമേ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങളുടെ ഒരു ക്വാളിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. അതുകൊണ്ട് വളരെ നന്ദി ക്രിസ്റ്റി, ഈ വിഷയം തുറന്ന് സംസാരിക്കാനായി ഞങ്ങൾക്കൊപ്പം അതിഥിയായി ചേർന്നതിന്. ഈ വിഷയത്തിൽ ഞങ്ങളും ഒപ്പം ഉണ്ടാകും, ക്രിസ്റ്റി സ്റ്റാൻലിക്കും ഒപ്പം ഈ ഉദ്യോഗാർത്ഥി പട്ടികയിൽ കാത്തിരിക്കുന്നവർക്കും ഒപ്പം.